ാത്ത തെറ്റ് ചെയ്യുന്നവരെ തിരുത്താൻ ശ്രമിക്കുന്നവർ വരെ അതിന്റെ ബലിയാടാകുന്നു. കാട്ടുതീ പോലെയാണ് പക ഏർക്കാനെ വിഴുങ്ങിയത്. അതിന്റെ തിരി ചന്ദ്രനിൽ കൊളുത്തിയത് കൂട്ടുകാരന്റെ പെങ്ങളെ സ്വന്തം പെങ്ങളായി കാണണമെന്നുള്ള നിയമം ഭാസ്കരൻ തെറ്റിച്ചതായിരുന്നു. പക്ഷേ ഭാസ്കരൻ നളിനിയെ ആഗ്രഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. ചന്ദ്രൻ ഒരിക്കലും അത് അംഗീകരിച്ചില്ല. വാശിയായിരുന്നു ചന്ദ്രന്റെ ജീവിതം, വാശിയായിരുന്നു ചന്ദ്രന്റെ നിലനിൽപ്പ്. അതേ വാശിപ്പുറത്താണ് ചന്ദ്രനും ഭാസ്കരനും രണ്ട് ഉപഖണ്ഡങ്ങളായി പിരിഞ്ഞത്. ഏറെ ഇഷ്ടമുള്ളവർ പിണങ്ങിയാൽ വൈരാഗ്യത്തിന്റെ വിടവ് വലുതായിരിക്കും. പരസ്പരം താങ്ങും തണലുമായി നിന്ന സാഹചര്യങ്ങൾ മറവിയുടെ മഞ്ഞുകാറ്റിൽ മാഞ്ഞു പോകും. എങ്ങനെയെങ്കിലും തകർത്തു കളയാനുള്ള കണക്കുകൂട്ടലുകളിൽ അവർ ശിഷ്ടജീവിതം കണക്കിലെടുക്കും. അപ്പോൾ തെറ്റ് ചെയ്യുന്ന നേരത്ത് പോലും അത് തെറ്റായി തോന്നില്ല. ഇനി അഥവാ തോന്നിയാലും വെറുപ്പും കോപവും കൊണ്ട് അത് മാഞ്ഞു പോകും. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു വിരലെങ്കിലും ജീവനോടെ ബാക്കി വയ്ക്കണമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഞാനും നീയുമെന്നുള്ള രണ്ടക്ഷരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ വിരൽ തുമ്പുകൊണ്ട് തന്റെ ജീവൻ